you cut up the videos, and then you're going to go there. That's what he just said. No. Right here. Right here. Look at Your excuse the internet. I'll give you internet. How about that? No, we have internet. I'll give you Here, internet. my phone. My I'll give you phone. internet. We can give you So no excuses now. My phone. We are not going to watch your channel. Internet. No problem. take half an hour break. എടാ ആരിഫ് ഹുസൈനെ, എടാ ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തിട്ടുള്ളത്? എന്തിനാടാ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലുന്നത്? എന്തിനാണ് ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലുന്നത്? അറിയാത്തോട് ചോദിക്കടാ. നാട്ടിലെ AI വരെ ഇവനെ പിടിച്ച് കുടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ഈ ഓഫ്ലൈൻ ചർച്ച മാത്രം താല്പര്യമുള്ളത്രേ, ഓൺലൈനിലൊന്നും വരില്ല. അപ്പൊ UA ടീം പല പ്രാവശ്യം നമ്മൾ ഇവനെ ഓൺലൈൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ടെക്നോളജി പേടിയാണ്. എന്തായാലും ഇവിടുന്ന് നാട്ടിൽ നിന്ന് കിട്ടുന്നൊന്നും പോരാഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഇസ്രായേലിലേക്ക് ജനോസൈഡ് വിളിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് പോയി. ആ സമയത്ത് താഴെ ഒരു കമന്റ് വന്നിരുന്നല്ലോ, ഏതോ ഒരു പ്രോ ഇസ്രായേലി അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെ കുറെ ചിരിപ്പിച്ച്. ഇതൊന്നും പോരാഞ്ഞിട്ട് ആള് വീണ്ടും അടുത്ത ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങി യുകെയിലേക്ക് പോയി. യുകെയിൽ പോയിട്ട് ഇവിടെ സാധാരണക്കാരായ ആൾക്കാർ ഇവന്റെ കുറെ വൃത്തികേടുകൾ കേൾക്കുന്ന സമയത്ത്, ഇവന്റെ കുറെ സംസാരത്തിലുള്ള വൃത്തിയായിട്ട ഭാഷ കേൾക്കുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ഇവരെ ഫോൺ വിളിക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇവന്റെ സൗണ്ട് കൂട്ടി അവരെ സൗണ്ട് കുറച്ച് വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന സാധനം ഖുർആനിലുണ്ട്, ഇന്ന സാധനം ഹദീസിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംഖ്യകൾക്കും പ്രസംഗികൾക്കും വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടി അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നേരെ യുകെയിലേക്ക് വിട്ടു. യുകെയിലെ സ്പീക്കേഴ്സ് കോർണറിൽ പോയി ആശാൻ വീണ്ടും നാണം കെട്ട് വന്നിരിക്കുകയാണ്. ചിരിപ്പിക്കാനായിട്ട് വല്ലാത്തൊരു ചുരുക്കം തന്നെ കേട്ടോ. ഇവിടെ സംഭവിച്ച കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ആരിഫ് ഹുസൈൻ സ്ഥലം മാറിപ്പോയി. അതായത് ഇവ വിചാരിച്ചത് ഇവന്റെ ലൈവ് പ്രോഗ്രാമാണ്, അല്ലെ ഇവന്റെ യൂട്യൂബ് ചാനലാണ്. ആരിഫ് ഹുസൈൻ ഇസ്ലാമിന് അഗേൻസ്റ്റ് ആയിക്കൊണ്ട് ഇവിടെ പറയാറുള്ള പച്ചക്കള്ളങ്ങൾ, അതേ പച്ചക്കള്ളങ്ങൾ എടുത്തിട്ട് നേരെ അദ്നാൻ റാഷി ഉസ്താദിന്റെയും ഹാഷിം ബ്രദറിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഛർദ്ദിച്ചു. അതാണ് സംഭവിച്ചത്. ഈ പച്ചക്കള്ളം കേട്ട സമയത്ത് അവർ കൈയോടെ പിടിച്ചു, തെളിവ് ചോദിച്ചു. ആ സമയത്ത് ആരിഫ് ഹുസൈൻ 1.5 മണിക്കൂർ തെളിവ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, എന്റെ ഫോൺ നെറ്റില്ല, ഞാൻ ലൈവില് പറയാം. എന്തുവാടേ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഞാൻ ലൈവിൽ വരുന്നില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നേരിട്ട് സംസാരിക്കാനായിട്ട് വേദി കിട്ടിയ സമയത്ത് ഓഫ്ലൈൻ പറ്റില്ല, അത്രേ ഓൺലൈനിൽ മറുപടി പറയാന്ന്. എടാ നിന്നെ ഞങ്ങളാരും വിളിച്ചു വരുത്തിയതല്ലോടാ, നീ അങ്ങോട്ട് കയറി കൊടുത്തതല്ലേ, വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഇവിടെ പല സംഘികളെയും പറ്റിച്ച് പിരിവെടുത്ത് ജീവിച്ച പോലായിരുന്നു. ഒരാവശ്യമില്ലാതെ പിന്നെ ആരിഫ് ഹുസൈന്റെ മുഖം ഒന്ന് കാണണം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീണ്ടും ആരിഫ് ഹുസൈന്റെ ഇത്തരത്തിലുള്ള മനോഹരമായ കോമഡികൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.